പഴക്കൊല കെട്ടി തൂക്കിയത് പോലെ ഞാൻ തന്നെ ആവശ്യമില്ല. എന്റെ ട്രോളർ ഒരു പെണ്ണിയുടെ ആവശ്യമില്ല. ഞാൻ തന്നെ ഈ പെണ്ണുമ്പോൾ അലമ്പായി പോയി. കാണുമ്പോൾ ചന്തി കാണുമ്പോൾ അടിക്കുക. ആരും എന്ത് ചെയ്യുന്നൊന്നുമില്ല. ശരിക്കും അമ്മച്ചന് മൂക്ക് വരുന്നു. അയ്യോ ചിരിച്ചോണ്ടിരുന്നത് എനിക്ക് എന്ത് എൻ്റെ പൊന്ന് ജാനകി ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അതായത് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് നിൽക്കണ്ട. നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലെ കുറേ എന്താ പറയുക മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആവും. ശരിക്കും പറഞ്ഞാൽ ലാഫിങ് തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൾക്കാരൊക്കെ കൂടെ കൂട്ടം കൂടി നിന്ന് പാർക്കിൽ നിന്ന് ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിരിച്ചതാണ്. പോട്ടെ, യക്ഷി ചിരി പോലെ ആയിപ്പോയെന്നുള്ളൂ. അത് പാലയുടെയും കൂടെ അടിയിലുണ്ടായിരിക്കും. അത് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ചിരി നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടുന്നു എന്നുവെച്ചാൽ അതായത് കുറച്ച് നാളും കൂടെ ജീവിക്കും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് ഗൗരവം കാണിച്ചൊന്നും നിൽക്കണ്ട, ചിരിക്കുക. മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക ഒന്നും കൂടെ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമൊന്നുമല്ല, അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു നമ്മുടെ അത്രയും നേരത്തെ ആ സാധനമൊക്കെ പോയി നമ്മളൊന്ന് റിഫ്രഷ് ആവും. റിഫ്രഷ് ബട്ടൺ അമർത്തുന്ന പോലെ. പിന്നെ അപ്പുറത്ത് കണ്ടു നിൽക്കുന്നവന് കളിയാക്കി ചിരിയായി തോന്നരുത്, അത് വേറെ കാര്യം. അല്ല, പൊതുവെ മനുഷ്യന്മാരെ നോക്കി നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും അവരെത്ര എന്തൊക്കെ ഇതിലാണെന്നുണ്ടെങ്കിലും അവരും ഒന്ന് കാമാവും. കാമല്ല കാം. അതായത് മനുഷ്യന്മാരെ നോക്കി നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ തന്നെ മാക്സിമം ചിരിക്കാൻ നോക്കാം. എനിക്ക് ആ സ്വഭാവം ഇല്ലാതിരുന്നാൽ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ എന്താ പറയുക അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒന്നും അറിയില്ലാത്ത ഒരാളായതുകൊണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാക്സിമം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമുക്കൊരു എന്താ പറയുക ഒരു എനർജി ഷെയർ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കളിയാക്കി ചിരിയും ആക്കി ചിരിയൊന്നും ആവരുത്. ചിരികൾ എങ്ങനെ വേണമെങ്കിലും ആവാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ചിരിക്കാം. പിന്നെ ചെറിയ തമാശ കേൾക്കുമ്പോൾ പോലും പൊട്ടിച്ചിരിക്കുന്നതൊന്നും ഒരു മോശമൊന്നുമല്ല. നമ്മൾ പറയില്ലേ ചെറിയ മനുഷ്യന്മാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ട്യൂബ് ലൈറ്റാന്നൊക്കെ പറയില്ലേ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിരിക്കുന്നത് ഒന്നുമില്ല. അവർക്ക് അപ്പോഴാണ് അത് മനസ്സിലായെന്നുള്ളൂ, അത്ര വലിയ കാര്യമൊന്നുമില്ല. ചിരിക്കുക. അതായത് രാവിലെ എണീറ്റിട്ട് നമ്മൾ കണ്ണാടി നോക്കുമല്ലോ, പല്ലൊക്കെ തേക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കണ്ണാടി നോക്കിയിട്ടൊക്കെയാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ച് നമ്മളെ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളതിനെ പോസിറ്റീവാക്കി. അത് കഴിഞ്ഞ് ഈ ചിരി എന്നുള്ളത് അതിൻ്റെ കുറേ എന്താ പറയുക ഫേസിനും ഹെൽപ്പ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്താ, സാധാ ആളൊന്നുമല്ല ഇപ്പോൾ ബിക്കിനി മോഡൽ എന്ന രീതിയിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല ചിരി എക്സസൈസ് അത് എല്ലാവർക്കും വേണം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മളിലൂടെ മറ്റുള്ളവർക്കും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇട്ടിട്ട് കൊടുക്കണം, വെതറി കൊടുക്കണം. വെത്തക മുളക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറയാൻ പാടില്ല, അങ്ങനെ കൊണ്ടിടരുത്. അതായത് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിരി കരച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണല്ലോ. ശരിക്കും നമ്മളൊരു നല്ലൊരു പുഞ്ചിരി നമ്മൾ പോസിറ്റീവ് ആകുന്നതിനൊപ്പം മറ്റുള്ളവർക്കും പോസിറ്റീവ് എനർജി പകർന്ന രീതിയിലാണ്. നമുക്കറിയില്ലേ ക്ലാസ്സിലേക്ക് ടീച്ചറൊക്കെ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് മക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമല്ലേ. അതായത് കാലത്ത് ദേഷ്യത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചിരി ശരിക്കും പറഞ്ഞാൽ പല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പോസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചിരിയാണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ലാഫിങ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ ഉണ്ടെന്ന് എന്നും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുന്നുള്ള ചിന്തകളൊന്നും വേണ്ട. അങ്ങനെ ചിരിച്ചേക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ സന്തോഷത്തിന് നമ്മൾ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചിരിക്കുക. അങ്ങനെയല്ല, അങ്ങനെ ഉള്ളു തുറന്ന് ചിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മളുടെ ശരീരത്തിനുള്ളിൽ എല്ലാ ഭാഗങ്ങളും അറിയണം നമ്മൾ ചിരിക്കുകയാണെന്നുള്ളത്. ആ രീതിയിൽ ചിരിക്കുക. ചിരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ,
നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണാടിയുടെ മുന്നിൽ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയുള്ള ചിരിയൊക്കെ ചിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പാരൻസ് ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടാവാം, ആരാണെന്നുണ്ടെങ്കിലും കാലത്തെ തന്നെ ചിരിച്ചുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഒന്ന് എന്താ പറയുക പോസിറ്റീവോടെ ആ സന്തോഷത്തോടെ അവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. അതേപോലെ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകാം. ഞാൻ ആക്ച്വലി എന്താ പറയുക റിസപ്ഷനിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പൊതുവെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കും മൈൻഡ് പോലും ചെയ്യാത്ത ആളുകൾ ഇരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പൊളിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ എന്ത് വേണ്ടതെന്നൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ദേഷ്യവും തെറിയൊക്കെ ആവാം. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ചിരിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് അത്ര ദേഷ്യപ്പെട്ട് വന്ന മനുഷ്യന്മാർ പോലും ഒന്ന് കൂളാവും എന്നുള്ളൊരു സാധനമുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ കാണുമ്പോഴത്തേക്കൊന്ന് ചിരിക്കുക എന്നുള്ളതുണ്ടല്ലോ. സ്ഥിരം കാണുന്ന മനുഷ്യന്മാരെയൊക്കെ നമുക്ക് ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പരിചയമില്ലാത്ത മനുഷ്യന്മാരാണെങ്കിലും കണ്ട് ചിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ വള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എനിക്ക് ആനക്കാരിയാണെന്നൊന്നും പറയരുത്. മേളിൽ നിന്ന് കാക്ക ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ് കൂട്ടത്തിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ പേടിപ്പിക്കരുത്. മറ്റേ ജഗദീഷിൻ്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ഗൈസ് തോന്നുന്നു എന്നൊക്കെ. ഇല്ല, നിലവിൽ കമ്പ് മാത്രം ഉണക്കൊക്കെ തട്ടിയിട്ടതാണ്. ഞാൻ ഒന്ന് പിടിച്ചോ പോടെ. പറഞ്ഞു വന്നത് ചിരി ഓൾവേസ് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ചിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ലാംഗ്വേജ് തന്നെയാണ്. പോസിറ്റീവ് പാസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്നൊക്കെ പറയാം. ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് പറയാതെ അവർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയും പകർന്നു നൽകാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ചിരി. അപ്പോൾ ഓൾവേസ് ചിരിക്കൂ, ഞാനും ചിരിക്കട്ടെ, നിങ്ങളും ചിരിക്കൂ. എൻ്റെ റീൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റാറില്ലേ? ചിരിക്കൂ, കൊലച്ചിരിയല്ല, ചിരിക്കേ. ഉള്ളു തുറന്ന് അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്ന് മാറ്റേ. അങ്ങനെ കണ്ട എല്ലാവരും ചിരിച്ചു. ക്യാമറമാൻ അടക്കം ചിരിച്ചു. അതെ, ചിരിപ്പിച്ച് കൊല്ലും ഞാൻ. വെരി ഗുഡ്. കാരണം നമ്മൾ രഹസ്യത്തിൽ പറഞ്ഞാൽ നമുക്ക് അറിയണം. അയ്യോ, പാടി വന്നു ഗൈസ്, പാടി വന്നു, ഗുണ്ടിയിൽ പാടി വന്നു ഇല്ലേ? ദേ നോക്കി, ഞാൻ വെറുതെ പറഞ്ഞല്ലോ. ജനാലകൾ എന്തായിരുന്നു? അമ്മച്ചി